ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവാന്റെ കൃപയും എല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് നാരായണീയം ദശകം 60 ഗോപീ ജനവസ്ത്ര അപഹരണം. ശ്ലോകം 1 വായിക്കാം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചത് ഗോപസ്ത്രീകളെല്ലാം ഭഗവാന്റെ ഓടൽ കുളനാദം ദൂരെ നിന്നേ കേൾക്കുമ്പോൾ അവരെല്ലാം ഒത്തുകൂടി നിന്ന് സ്ത്രീകളെല്ലാം ഭഗവാനെ വർണ്ണിച്ചും അത് കേട്ടും ആനന്ദിച്ചും ഭഗവാനിൽ അകമഴിഞ്ഞ ഭക്തിയും അനുരാഗവും എല്ലാം വർദ്ധിച്ചിട്ട് അവർക്ക് വീടുകളിൽ ചെന്ന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അത്രമാത്രം ഭഗവാനിൽ മുഴുകിയിരിക്കുന്ന ഗോപസ്ത്രീകൾ. ഇത് നമുക്കിനി അവരുടെ തന്നെ ഗോപികമാരുടെ വസ്ത്രങ്ങൾ അപഹരിച്ച് കൃഷ്ണൻ വയ്ക്കുന്ന അതിനെപ്പറ്റിയൊക്കെയാണ് ഇനി വായിക്കാനുള്ളത്. നമുക്കത് വായിക്കാം. ദശകം 60 ഗോപീ ജനവസ്ത്ര അപഹരണം. ശ്ലോകം 1. മദനാതുരചേതസോന്വഹം ഭവലംഘ്രിദ്വയദാസ്യ കാമ്യയാ യമുനാതടസീംനി സൈകതീം തരളാക്ഷ്യോ ഗിരിജാം സമാർച്ചിചൻ. മദനാതുരചേതസോന്വഹം ഭവലംഘ്രിദ്വയദാസ്യ കാമ്യയാ യമുനാതടസീംനി സൈകതീം തരളാക്ഷ്യോ ഗിരിജാം സമാർച്ചിചൻ. ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുന്നു, വ്രജ സുന്ദരികളായ ആ ഗോപസ്ത്രീകൾ, അവിടുത്തെ വ്രജത്തിലെ സുന്ദരികളായ എല്ലാവരും അല്ല, അവിടെ സുന്ദരികളെന്ന് എടുത്ത് പറയുമ്പോൾ എന്താ, അവിടെയുള്ള അത്രമാത്രം ഈ കൃഷ്ണനോട് സ്നേഹവും ഭക്തിയും എല്ലാം ഉള്ള അവരാ സുന്ദരികൾ. അപ്പോൾ അങ്ങനെയുള്ള സുന്ദരികൾ, അങ്ങനെയുള്ള ഗോപസ്ത്രീകൾ ദിവസം തോറും കാമപരവശരായി ഭഗവാന്റെ പാദ ശുശ്രൂഷ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായി. അപ്പോൾ അവർക്കെല്ലാം ഈ കുട്ടികളെല്ലാം പശുക്കളും അവിടെയുള്ള മറ്റുള്ളവരെല്ലാം ഭഗവാനോട് എപ്പോഴും ഉണ്ട്, കൂടെ ഉണ്ടെന്നാൽ ഇവർക്ക് ഇങ്ങനെ വഴിയേ പോകുമ്പോൾ മാത്രമേ കണ്ണനെ കാണാൻ പറ്റുന്നുള്ളൂ. എന്നാൽ എന്തവർ തീരുമാനിച്ചു, അവർക്ക് വീട്ടിനകത്ത് അടങ്ങിയിരിക്കാനും ജോലി ചെയ്യാനും ഒന്നും പറ്റുന്നില്ല. അത്രമാത്രം അനുരാഗവും ഭക്തിയും എല്ലാം ഉണ്ട്. അത് അനുരാഗമാകുന്ന പ്രേമവും ഭക്തിയാകുന്ന പ്രേമവും രണ്ടും കൂടെ അവരെ വലയ്ക്കുന്നു. അവർക്ക് അത്രമാത്രം മനസ്സിലിങ്ങനെ ഭഗവാനുള്ള ചിന്ത. അങ്ങനെ അവർ വിചാരിച്ചു, ഈ വ്രജസുന്ദരികളായ ഗോപസ്ത്രീകൾ ദിവസം തോറും കാമപരവശരായി ഭഗവാന്റെ പാദ ശുശ്രൂഷ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായി. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ആഗ്രഹത്തോടെ അവർ കാളന്തി തീരത്ത് മണ്ണ് കൊണ്ട് പാർവതീ വിഗ്രഹം ചമച്ചു. ഒരു ദേവിയുടെ വിഗ്രഹം, പാർവതി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ കാര്യസാധ്യം ഉണ്ടാകും. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഭഗവാൻ പരമേശ്വരൻ്റെ ഭാര്യയായ പാർവതി ദേവിയുടെ വിഗ്രഹം അവർ മണ്ണുകൊണ്ട് കുഴച്ചുണ്ടാക്കിയിട്ട് അതിനെ പൂജിച്ചു വന്നു. അപ്പോൾ ദേവിയെ പൂജിക്കണം. നമുക്ക് അമ്മയായ ദേവിയെ പൂജിച്ച് കരഞ്ഞ് പറഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന കാര്യസാധ്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് അവരങ്ങനെ ചെയ്തു. ഈ സ്ത്രീകൾ ദേവിയുടെ വിഗ്രഹമൊക്കെ മണ്ണുകൊണ്ട് കുഴച്ചുണ്ടാക്കിയിട്ട് ദേവിയെ പൂജിച്ചു വന്നു. അങ്ങനെ ദിവസം തോറും ആ അമ്മയെ പോയി പൂജിക്കുക, ഇതാണ് അവരുടെ ജോലി. എന്തിനാ? കാര്യം സാധിക്കണം. എന്ത് കാര്യമാണ്? പ്രേമമാകുന്ന ഭക്തിയും ഭക്തിയാകുന്ന ആ പ്രേമവും അനുരാഗമാകുന്ന ഭഗവാനെ എനിക്ക് വേണം എന്നുള്ള, കാരണം അത്രമാത്രം സുന്ദരനല്ലേ ഭഗവാന്റെ ആ എല്ലാം കൊണ്ടും ഗുണഗണങ്ങൾ. ഈ ഗുണഗണങ്ങളാണ് സുന്ദരത്വം. അതും പോരെങ്കിൽ ബാഹ്യമായും ഭഗവാൻ സുന്ദരനല്ലേ. എല്ലാം കൊണ്ട് ഇങ്ങനൊരു കൃഷ്ണനെ ആർക്ക് കിട്ടാൻ പറ്റും? അതിനവരിങ്ങനെ പാർവതി ദേവിയെ പൂജിച്ചു വന്നു. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 2. തവ നാമ കഥാരദാ സമം സദൃശ പ്രാതർ ഉപാഗതാ നദീം ഉപഹാര ശതൈർ അപൂജയൻ ദയിതോ നന്ദസൂതോ ഭവേലിതി. തവ നാമ കഥാരദാ സമം സദൃശ പ്രാതർ ഉപാഗതാ നദീം ഉപഹാര ശതൈർ അപൂജയൻ ദയിതോ നന്ദസുതോ ഭവേലിതി. ഇവിടെ ഈ ഗോപസ്ത്രീകൾ, സുന്ദരികളായ ഈ ഗോപികൾ എന്താ ചെയ്തേ? സുന്ദരികളായ ഗോപികൾ രാവിലെ തന്നെ എഴുന്നേറ്റ് നാമം ജപിച്ചുകൊണ്ട് കൂട്ടം കൂടി കാളന്തി തീരത്തെത്തി. അവർ രാവിലെ എഴുന്നേറ്റ് മുറ്റം തൂക്കുകയോ മറ്റ് വീട്ടുകാരെയോ ചെയ്തതല്ല. അവർക്ക് രാത്രി തന്നെ ചിന്തിക്കുന്ന എന്താ,
ഭഗവാനെ എനിക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് എല്ലാം നാമം ജപിക്കണം, കൂട്ടത്തോടെ കാളിന്തി തീരത്ത് പോകണം, ദേവിയെ പൂജിക്കണം, ഭഗവാനുള്ള ചിന്ത മാത്രമേ ഉറക്കത്തിലും ഊണിലും എപ്പോഴും ഉള്ളൂ. അത് എപ്പോഴും നമുക്ക് അങ്ങനെ, കാരണം നമുക്ക് ലൗകികമായി തന്നെ നമുക്ക് ചിന്തിക്കാം. നമുക്ക് നല്ലൊരു ഭർത്താവും ഭാര്യയും എന്താ ചെയ്യുക? രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യും? ഭർത്താവിൻ്റെ കാലിലൊക്കെ തൊട്ട് തൊഴും. എന്നിട്ട് നല്ല ഭർത്താക്കന്മാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പുണ്യവാനായ സുന്ദരനായിരിക്കണം ആ ഭർത്താവ്. മുഖം കാണാൻ കൊള്ളുന്ന അല്ല എൻ്റെ അർത്ഥം. എല്ലാം കൊണ്ടും ഗുണഗണങ്ങളുള്ള ഒരു ഭർത്താവാണെങ്കിൽ ആ സ്ത്രീ എന്ത് ചെയ്യും? രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഭർത്താവിൻ്റെ കാലിൽ തൊട്ട് തൊഴിട്ട് ഭൂമിദേവിയും വന്ദിച്ചിട്ട് ഭർത്താവിനിടുന്ന കാപ്പി ഉണ്ടാക്കി കൊടുക്കും. എന്താ? ഭർത്താവിനുള്ള സ്നേഹം. ഇവിടെ എന്താ അവർക്ക് സ്നേഹം? സുന്ദരികൾക്ക് ഈശ്വരൻ കൃഷ്ണ എന്നുള്ള സ്നേഹം. ഈ ലൗകികമായ സ്നേഹമല്ല, ഈശ്വരനുള്ള പ്രേമം, ഭഗവാനുള്ള സ്നേഹം. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? രാവിലെ തന്നെ എഴുന്നേറ്റ് നാമം ജപിച്ചുകൊണ്ട് അവർ നാമം ജപിക്കുക ചെയ്തത്. നമ്മൾ ചിന്തിക്കണം. ഇവിടെ പല മക്കളും പറയുന്നുണ്ട്, അമ്മേ നാമം ചൊല്ലുമ്പോൾ ഞാൻ കെട്ടിപ്പിടിക്കും, ഭഗവാനെ അത്രമാത്രം ഇഷ്ടമാണ്, മക്കളെ സുഹൃതം ചെയ്തിട്ടാണ്. 1000-ൽ 1 ഉള്ളെന്നാണ് ഇങ്ങനെ പറയുന്നത് ഭഗവാനും ഭഗവത്ഗീതയിൽ. 1000-ൽ 1 മാത്രമേ ഉള്ളൂ. മറ്റു ലൗകികമായ ചിന്ത ഇല്ലാതെ ഈശ്വരനെ മാത്രം മതി എന്നുള്ള ഭക്തിയുള്ള, അങ്ങനെ ആ ഭക്തി മൂർച്ഛിച്ച് വന്നാൽ പ്രത്യക്ഷമായിട്ട് കാണാം ആ മക്കൾക്ക്. അതാരായാലും അത് 1000-ൽ 1 ഉള്ളൂ. ആ ഹൃദയശുദ്ധി, ആ മറ്റ് ലൗകികമായ ഭക്തി അല്ല അവർക്ക്. ലൗകികമായ കാര്യങ്ങൾക്കല്ല കൂടുതൽ തൂക്കം, മുൻതൂക്കം. ഈശ്വരനെ തന്നെ മുമ്പേ എഴുന്നേൽക്കുമ്പോഴേ ഭഗവാൻ എന്താ കൊടുക്കുക, ഭഗവാൻ എന്താ ചെയ്യേണ്ടത്, നാമം ജപിക്കണോ, ഭഗവാന് കിണ്ടിയും വെള്ളവും വെക്കണോ, വിളക്ക് കത്തിക്കണോ, ഭഗവാൻ എന്തെന്നുള്ള രീതിയിലങ്ങ് ഒരു വെമ്പലാണ്. അത് ഭക്തിയുള്ളവർക്ക് മാത്രമേ അതുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഈശ്വര എന്നുള്ള ചിന്തയാണ്, അല്ല വീട്ടുകാര്യം അല്ല നോക്കുന്നത്. അത് ആത്മീയമായി അങ്ങനെയാണ്, ലൗകികമായി ഞാൻ മുമ്പേ പറഞ്ഞ കണക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഇതുപോലെ രാവിലെ എഴുന്നേറ്റ് നാമം ജപിച്ചുകൊണ്ട് ഈ ഗോപസ്ത്രീകൾ കൂട്ടം കൂടി എല്ലാവരും കൂടെ എവിടേക്ക് പോകും? കാളന്തി തീരത്തെത്തും. എന്നിട്ട് കാളന്തിയിൽ സ്നാനം ചെയ്ത് കുളിക്കും. നാമം ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് എന്താ ചെയ്യുക? നാമം ജപിച്ചുകൊണ്ടാണ് പോകുന്നത് കുളിക്കാൻ. അപ്പോൾ മനസ്സിലാക്കണം, എപ്പോഴും ഒരു ഭഗവാനിൽ പ്രേമമാകുന്ന ഭക്തിയും എല്ലാം ഉള്ള ഒരു വ്യക്തി എഴുന്നേൽക്കുമ്പോഴും ഊണിലും ഉറക്കത്തിലും കുളിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം നാമജപം. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അവർ കാളന്തിയിൽ പോയി സ്നാനം ചെയ്ത് കുളിക്കും. നന്ദസൂനുവായ കൃഷ്ണൻ പ്രിയനായി തീരണമേ എന്ന പ്രാർത്ഥനയോടെ ആത്മീയമായും ഇങ്ങനെ നമുക്ക് എന്ത് വേണം? നമുക്ക് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ വേണം. ഭഗവാനും നാമവും ചേരണം, ഒന്നായി തീരണം. അത് ഭക്തിക്കും വേണം, അത് അനുരാഗ പ്രേമത്തിനും അത് വേണം. രണ്ടും ശരിയാ. അപ്പോൾ നമുക്ക് ഈ ഗോപസ്ത്രീകൾ രണ്ടും ഉണ്ട്. അങ്ങനെ നന്ദസൂനുവായ കൃഷ്ണൻ പൂവിനെ പുഷ്പം പോലെ ഇരിക്കുന്ന കുട്ടി കൃഷ്ണൻ എനിക്ക് പ്രിയനായി തീരണമേ എന്ന് പ്രാർത്ഥനയോടെ പുഷ്പം, മാല, ധൂപം, ദീപം ആദിയാൽ പൂജിച്ച് നിവേദ്യം നടത്തി ദേവിയെ ആരാധിച്ചു. ഗോപികകളുടെ ഭഗവതീ സേവയെ പറ്റിയാണ് ഈ ശ്ലോകം അറിയിക്കുന്നത്. ഭാഗവത്തിൽ ഗോപികമാർ ജപിച്ചിരുന്ന മന്ത്രം എങ്ങനെയാ? കാർത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപ സുതം ദേവി പതിമേ കുരുതേ നമ. ഈ മന്ത്രമാണ്. അത് ഇത് കാണിക്കാത്തില്ല, അത് ഒന്നൊരിത് എടുത്ത് കാണാൻ മറന്നുപോയി. അതെ, കാർത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി. തെളിയുന്നില്ല. നന്ദഗോപസുതം, അതായത് നന്ദഗോപയുടെ കുട്ടി, മകൻ. നന്ദഗോപസുതം ദേവി ഭതിച്ച ഭർത്താവായി, അത് നമ്മുടെ മണവാളനായി, എനിക്ക് കുരുതേ നമ, എനിക്ക് ഭഗവാനെ വേണം. അതാണ് ഇവിടെ പ്രാർത്ഥന. കാർത്യായനി മഹാമായേ, പാർവതി ദേവിയുടെ മണ്ണുകൊണ്ട് കുഴച്ച വിഗ്രഹമൊക്കെ അവിടെ വെച്ചിട്ട് പുഷ്പവും മാലയൊക്കെ അണിയിച്ച് ധൂപ ദീപാദികളാൽ അവർ പൂജിച്ച് നിവേദ്യമൊക്കെ കൊടുത്ത് എന്താ ആവശ്യം? പായസച്ചോറോ ഒക്കെ അവിടെ ചെന്ന് വെച്ച് അതെല്ലാം ഭഗവാൻ ദേവിക്ക് നേദിച്ചിട്ട് കാർത്യായനി മഹാമായേ മഹായോഗിന്യതീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമ. ഇതവർ പ്രാർത്ഥിക്കും. അതായത് ഗോപികമാർ സദാ കൃഷ്ണനാമം ജപിക്കുകയോ അദ്ദേഹത്തിൻ്റെ കഥകൾ പറയുകയോ കീർത്തനം ആലപിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. സദാ മനസ്സ് കൃഷ്ണനിൽ ലീനമായിരുന്നു. പിന്നെ ആ പ്രേമ സാഫല്യം,
ത്തിനായി ദേവി പൂജയും ചെയ്തിരുന്നു. അപ്പോൾ അവർ സദാ മനസ്സ് എന്ത് ചെയ്തു? ഭഗവാനിൽ തന്നെ ലീനമായിരുന്നു. ഇങ്ങനെ ദേവിയെ പൂജിക്കുന്നതെല്ലാം അവിടെ ആ ദേവിയിൽ കണ്ടതെല്ലാം ഭഗവാനിൽ തന്നെ ലയിക്കുകയാണ്. അമ്മേ ദേവി എന്ന് പറയുമ്പോഴെല്ലാം അവരുടെ ഉള്ളിൽ പരമാത്മാവായ നാരായണൻ കൃഷ്ണൻ അവരുടെ ഉള്ളിൽ ലീനമാകുക, ചേരുക, ലയിക്കുക. അതാണ് ഭക്തി. ഈ ഭക്തി മൂർധന്യത്തിലെത്തും. ആ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ലയിക്കും, ചേരും. അങ്ങനെ മക്കളെ, നിങ്ങൾക്ക് ഇതൊരു സുഹൃതം, കഴിഞ്ഞ ജന്മത്തിലെ സുഹൃതം കൊണ്ടാണ് ഇത്രയും സ്നേഹവും ഭക്തിയും ഈ ഗൽഗതവും കരച്ചിലൊക്കെ ഉണ്ടാകുന്നത്. അത് മൂർധന്യാവസ്ഥയിലെത്തണം. കിടന്ന് ഉരുണ്ടൊരു നിലവിളിയുണ്ട്. ആ നിലവിളിക്ക് ഏങ്ങിയാണ് കരയ്ക്കുന്നത്. അത് ആ ഗൽഗതവും കരച്ചിലൊക്കെ ഇതിൻ്റെ ആദ്യ ചുവടുകളാണ് മക്കളെ. ഇത് അവസാനം ഒരു ഏങ്ങി അവിടെ ആരോ കേട്ടോട്ടെ, ആര് കേൾക്കാൻ നമ്മളല്ലാതെ അങ്ങ് മാറുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് ഭയക്കണ്ട. അത് അങ്ങേയറ്റത്തെ ഉച്ച നിലയിലെത്തുന്നതാണ് ആ പ്രേമം, ആ ഭക്തിയാകുന്ന പ്രേമം അതിൻ്റെ അറ്റത്ത് പിന്നെ അപ്പുറം ഇല്ല. അങ്ങനെ എത്തുന്നൊരവസ്ഥ വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈശ്വരൻ നമ്മളിലായി പ്രത്യക്ഷപ്പെടും. അതാണ് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു തരുന്നതാണ്. അങ്ങനെയുള്ള മക്കൾ ഇതിലുണ്ട്. എനിക്ക് ഇതിലെ കമൻസിൽ കൂടെയും പറയുന്നത് മനസ്സിലാക്കാം. അപ്പോൾ ആ ഭക്തി വർദ്ധിക്കട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.